വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശിവൻ്റെ വണ്ടി ആ ഒരു വിഷ്ണുവിൻ്റെ ജീപ്പിൽ ശാലിനിയും ശിവനും കൂടി ഇങ്ങനെ പോവുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് തന്നെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ശിവനോട് പറയുകയാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് എൻ്റെ സങ്കടം എന്നിങ്ങനെ പറയുമ്പോൾ ശിവനൊരു ആശ്വസിപ്പിക്കാൻ എന്നോണം തന്നെയാണ് പറയുന്നത്. ശാലിനിയുടെ വെറും തോന്നൽ മാത്രമാണ്, ശാലിനിയെ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്, അതിലൊരാൾ ഞാനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ശാലിനി തൻ്റെ ആ ഒരു വിഷമം മാറുന്നില്ല. ഭാമ അവിടെ നിന്ന് ഇറക്കി വിട്ടു, കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല, പിന്നെ ഇപ്പോൾ കുഞ്ഞിനെ കാണാനില്ല, എല്ലാം കൂടി ആയപ്പോൾ ആകെ ഒരു ടെൻഷൻ തന്നെയാണ്. തുടർന്ന് ശിവനാണെങ്കിൽ സൈഡിലേക്ക് ഇങ്ങനെ വണ്ടി ഒതുക്കുന്നുണ്ട്. എന്നിട്ടൊരു ജ്യൂസ് റോഡിലെ ഒരു കടയിൽ നിന്ന് ജ്യൂസ് 2 വാങ്ങുന്നുണ്ട്. എന്നിട്ട് ശാലിനി വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ശാലിനി ഫ്രണ്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്, കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ ശിവനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ആകെ ഒരു വിഷമം തന്നെയാണ്. എന്നിട്ട് ആ ഒരു കണ്ണാടിയിൽ കൂടി ശാലിനി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ശിവനാണെങ്കിൽ അകത്തിരുന്നല്ല കുടിക്കുന്നു, വണ്ടിക്കകത്തിരുന്നല്ല, കുറച്ച് അങ്ങോട്ട് വണ്ടിയുടെ അപ്പുറത്ത് ഒരു ഓട്ടോയിൽ ഇങ്ങനെ ചാരി നിന്ന് ശിവൻ ഇങ്ങനെ ജ്യൂസ് കുടിക്കുകയാണ്. പക്ഷേ ശാലിനി ആ ജ്യൂസും കൊണ്ട് ഇങ്ങനെ ആ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ ഉള്ളൂ. ശിവൻ പക്ഷേ ജ്യൂസ് കുടിച്ചിട്ട് ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ശാലിനിയുടെ ആ ഒരു വിഷമം നന്നായിട്ട് ഫീൽ ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് ശിവന് കാണിക്കുന്നത്. ഇത്രയുമാണ് ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ പിന്നീട് അവരവിടെ നിന്ന് നേരെ കുട്ടികളെ കൊണ്ട് പിന്നീട് പോകുന്നത്, അന്നേരം ജീപ്പിൽ പക്ഷേ കുട്ടികളെ കാണിക്കുന്നില്ല, വേറെ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് കാണിക്കുന്നില്ല. അതിനുശേഷമാണ് ഈ കുട്ടികളെയും കൊണ്ട് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതും. ഗോപാലകൃഷ്ണൻ ഈ ഭാമ പറഞ്ഞതെല്ലാം വിശ്വസിച്ചിരിക്കുകയാണല്ലോ. അതിനുശേഷം അവിടെ നിന്ന് താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിടുന്നതും ഒക്കെയാണ്. അതിന് ശേഷമാണ് അവർ ബീച്ചിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ പിന്നീട് പിന്നെ രേഷ്മ കാര്യങ്ങൾ പറഞ്ഞ് ഭാമയെ ബോധ്യപ്പെടുത്തുകയോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. രാത്രി സമയമാണ് ഇവരിങ്ങനെ ആ ഒരു ബീച്ചിലിരിക്കുന്ന കാണിക്കുന്നത്. കുട്ടികളെയും 2 കുട്ടികളെയും ചേർത്ത് പിടിച്ച് ശാലിനി ഇങ്ങനെ ബീച്ചിലിങ്ങനെ ഒരു ബെഞ്ചിലിരിക്കുന്നത്. ശിവനും അന്നേരം കൂടെയുണ്ട്. ഇനി എന്താകുമെന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.